ഒരു ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പ്രത്യേകിച്ച് ആനപ്രേമികൾക്ക് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കുന്ന ആനയൂട്ട് ഇന്ന് ആണ്. 70-ലധികം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ആനയൂട്ടിന് മുന്നോടിയായിട്ടുള്ള ഗണപതി ഹോമം പൂർത്തിയായി. CV അനുമോദ് ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ വളരെ സന്തോഷവുമുള്ള എനിക്കിപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കാണാം. എത്ര പേരാണ് അവിടെ രാവിലെ തന്നെ കാത്തിരിക്കുന്നത് ആനയൂട്ടിന്റെ സാക്ഷികളാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആനപ്രേമികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസമാണെന്ന് തോന്നുന്നു ഈ കർക്കിടകത്തിലെ ഈ ആനയൂട്ടിന്റെ ദിനം. ഒരുപാട് പേര് തൃശ്ശൂരിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. മലപ്പുറത്ത് നിന്ന് അനുമോദും വണ്ടി പിടിച്ച് അങ്ങോട്ട് എത്തിയതിന്റെ കാര്യം അറിയാം എങ്കിൽ പോലും. അപ്പോൾ എന്താണ് അനുമോദ് ഇന്നത്തെ അവിടുത്തെ പ്രധാന പരിപാടികൾ? എപ്പോൾ ആരംഭിക്കും ഈ പ്രധാന കാര്യങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ് എൽദോ. നമ്മൾ എല്ലാ തവണയും ഈ തൃശ്ശൂർ പൂരത്തിന്റെ പോലെ തന്നെ പ്രാധാന്യത്തോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. കാരണം ഈ സാധാരണ പൂരത്തിന് ആനകളൊക്കെ അണിഞ്ഞൊരുങ്ങി നെറ്റിപ്പട്ടവും ചങ്ങലയും അതേപോലെ തിടമ്പവും ഒക്കെ ഏന്തിയിട്ടാണെങ്കിൽ ഇപ്പോൾ ആനകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ എത്തുന്നത് അതിന്റെ തനത് രൂപത്തിലാണ്. അതായത് നല്ല അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി കറപ്പിച്ച് അത്തരത്തിൽ ആണ് ഈ ഒരു ആനയൂട്ടിന് ആനകളെത്തുക. ഇതിന്റെ ഒരു ഐതിഹ്യവും ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മുടെ ഇപ്പോൾ ഹരിയേട്ടൻ ചേരുന്നുണ്ട്. ഹരിയേട്ടൻ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഉപദേശസമിതി അംഗമാണ്. ഹരിയേട്ടൻ, ആദ്യം നമുക്ക് ആനയൂട്ടിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ? നമ്മൾ ആനയൂട്ട് ചരിത്രം 1982 കേരളത്തിൽ നിന്ന് ആനകൾ ഏഷ്യാഡിന് പോയി. ഏഷ്യാഡിൽ നിന്ന് ട്രെയിൻ മാർഗം പോയി. ഇവിടെ വന്നപ്പോൾ എല്ലാ ആനകൾക്കും അസുഖങ്ങളും കുറെ വയറിന് പ്രശ്നങ്ങളാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗണപതിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും ആനേനെ പ്രീതിപ്പെടുത്തി ഗണപതിനെ പ്രീതിപ്പെടുത്തി പോലെ അപ്പോൾ ആനകൾക്ക് അസുഖങ്ങൾ മാറും എന്ന് വിചാരിച്ച് അന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം ആനകൾക്ക് അസുഖങ്ങൾ മാറുകയും ചെയ്തു. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ആദ്യം ഗണപതി ഹോമം, അടുത്ത വർഷം ആനയൂട്ട് തുടങ്ങി. ഇതിപ്പോൾ 42ാമത്തെ വർഷമാണ് ഒരു മുടക്കവും ഇല്ലാതെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ അഷ്ടദൈവ ഗണപതി ആനയൂട്ട് നടക്കുന്നത്. കോവിഡ് ഉള്ള കാലത്തും നമ്മൾ ഒരാനയ്ക്ക് ആനയൂട്ട് നടത്തി മുടക്കമില്ലാതെ 42 വർഷം ഈ വർഷവും വളരെ വൃത്തിയായിട്ടാണ് നടക്കുന്നത്. ഇത് അന്ന് എത്ര ആനകളായിരുന്നു, ഇന്ന് എത്ര ആനകളുണ്ട്? ആദ്യത്തെ വർഷം നമുക്ക് 12 ആനയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് 93 ആനകൾ വരെ വന്ന സമയമുണ്ട്. ഇപ്പൊ ആനകളുടെ വരവ് കുറഞ്ഞു. കാട്ടുന്ന ആനകളെ പിടിക്കില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ ഏറ്റവും ചെറിയ കുട്ടിക്കൊമ്പനാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ കുട്ടിക്കൊമ്പന ഇല്ലല്ലോ. അപ്പോൾ ഉള്ളതില് പെണ്ണാനയ്ക്കാണ് കൊടുക്കുന്നത്. ഗുരുവായൂർ ലക്ഷ്മി എന്ന് പെണ്ണാനകളിൽ ഏറ്റവും ചെറിയ ആന ഗുരുവായൂർ ലക്ഷ്മിക്കാണ് കൊടുത്ത് ആദ്യമുള്ള നടക്കുക. അത് ക്ഷേത്രം മേൽശാന്തി തന്നെ ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യമുള്ളവർക്ക് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും. ശരിക്കും കർക്കിടക മാസം എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ ആയുർവേദ ചികിത്സകളുടെ മാസമാണ്. ആനകൾക്കും വ്യത്യസ്തമായ ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. ഗുരുവായൂരൊക്കെ ആനയൂട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആനയൂട്ടും ആനകളുടെ ആരോഗ്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മരുന്നുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ അതിൻ്റെ? അതെ, ഇപ്പൊ നമ്മൾ ആനയൂട്ടും ശരിക്കും രാമായണ മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം എന്നാണ് പറയുക. ആ മാസത്തിൽ ശരിക്കും ആനകൾക്ക് എല്ലാം ചികിത്സയുടെ കാലമാണ്. അപ്പൊ ശരിക്കും വടക്കുന്നാലത്തെ ആനയൂട്ടിലെ ഇത് കഴിഞ്ഞ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആനകൾക്കും ചികിത്സാ കാലമാണ്. ഇവിടുന്ന് മരുന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആനകൾക്ക് അസുഖങ്ങൾ വളരെ കുറവാണെന്നാണ് വിശ്വാസം. അത് തന്നെ കണ്ണൂര്, തിരുവനന്തപുരത്തുള്ള ആനകൾ വരെ വടക്കുന്നാലത്തെ ആനയൂട്ടിൽ നിന്ന് ഇവിടുത്തെ പ്രസാദവും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ വർഷം ആനകൾക്ക് വയറിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പൊ ശരിക്കും അതേപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയങ്കര വിശ്വാസത്തിൽ ആനകളെല്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഇപ്രാവശ്യം 67ഓളം ആനകൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ തെച്ചിക്കോട്ട് ആന വരണ്ടാണ്. അതിന് പാപ്പാന് സുഖമില്ലാതെ തന്നെ ആനയും വരുന്നത്. അത് 3 കൊല്ലം വരെ ആനയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രാമേന്ദ്രൻ വരത്തെ പാപ്പാന് സുഖമില്ലാതെ അവർക്ക് ഇവിടെ വന്ന ശേഷം ആ ആനയ്ക്കും അസുഖങ്ങൾ കുറഞ്ഞു. എഴുന്നേൽപ്പുകൾ വന്നു തുടങ്ങി. മറ്റേ ആനയ്ക്ക് വലിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല. എല്ലാം വളരെ വൃത്തിയായിട്ടാണ് പോണത്. എന്തൊക്കെയാണ് നമ്മൾ ആനയൂട്ടിന് കൊടുക്കുക? ആനയൂട്ട് നമ്മൾ 500 കിലോ അരിയുടെ ചോറ്, അതിൻ്റെ കൂടെ തേൻ, മഞ്ഞപ്പൊടി എല്ലാം ഉരുളകളാക്കി കൊടുക്കും. അതിൻ്റെ കൂടെ 10ഓളം പഴവർഗ്ഗങ്ങളും പിന്നെ നമ്മൾ ഒരു ഔഷധ കൂട്ടും കൊടുക്കുന്നുണ്ട്. ഈ ഔഷധ കൂട്ടം ആനയ്ക്ക് ദഹനം ക്ലിയർ ആവാനാണ്. ആസിന് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ ഒരു 8ഓളം ആയുർവേദ മരുന്നുകൾ ചേർത്തുള്ള ഔഷധ കൂട്ടാണ് കൊടുക്കുന്നത്. അത് കഴിച്ചാൽ ആനകൾക്കും ശരിക്കും എന്താ വെച്ചാൽ ഒരു വയർ ക്ലീനിങ് പോലത്തെ ഒരു മരുന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം ആൾക്കാർക്ക് നമ്മൾ നല്ല സദ്യ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ രാമായണ മാസത്തിന്റെ തുടക്കം വടക്കുന്നാൻ്റെ വരുന്ന ആനകൾക്ക് വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. ആനകൾക്ക് ആളുകൾക്ക് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ സാധാരണ നമുക്കറിയാം തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനകൾ വരുന്നത് തൃശ്ശൂർ പൂരത്തിനാണ് നിരന്ന് നിൽക്കുന്നതിന്റെ ഭംഗി. പക്ഷെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആനകളൊക്കെ നല്ല മഴ നനഞ്ഞ് നല്ല കറുത്ത് കുട്ടപ്പന്മാരായിട്ട് നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ച, അത് അത്രമാത്രം വലിയൊരു ആഘോഷമാണ് തൃശ്ശൂർകാർക്ക്. സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടേക്ക്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി നടത്തിയത്? ഒരുക്കങ്ങൾ ഇത്രയധികം ആനകൾ ഒരേ വേദിയിൽ ആടെ ആഭരണങ്ങളില്ലാതെ തൃശ്ശൂർ
പൂരത്തിന് എല്ലാ ആഭരണങ്ങളും അനുസരിച്ച് എടുക്കുക. ഇത് ആനകളുടെ തനത് സ്റ്റൈലിൽ ഒരു 10-70 ആനകൾ ഒരേ വേദിയിൽ ഒപ്പം നിന്ന് കാണുന്ന വളർത്തുന്നാലും മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആളുകൾക്ക് ഭയങ്കര ആഹാരം. തൃശ്ശൂരുകാരോ ആനപ്രാന്തന്മാരാണ്. അപ്പൊ ഇത്രയധികം ആനകൾ, അത് പേര് കേട്ട എല്ലാ ആനകളും ഇവിടെ വരുമ്പോൾ എല്ലാ തൃശ്ശൂരിൽ നിന്ന് പോരാണ്ട് മോറും സ്കൂൾ മുടക്കാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആനയൂട്ടിൽ പങ്കെടുക്കാൻ ഒരു അവസരമാണ്. അപ്പൊ എല്ലാ ആനകളും ഒരേ വേദിയിൽ കാണുക, ആനകൾക്ക് ഊട്ടുക. ആനകൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഗണപതിക്ക് പ്രത്യക്ഷമായിട്ട് ഊട്ട് കൊടുത്ത പോലെയാണ്. അപ്പൊ ആൾക്കാരും മനസ്സിന് ഭയങ്കര സന്തോഷമായി. രാമായണവാസം തുടക്കം ഞങ്ങൾ ഗണപതിക്ക് ആഹാരം കൊടുത്ത പോലെയാണ് സന്തോഷം. അത് കാരണം ഭക്തജനങ്ങൾക്ക് വളരെ വളരെ സന്തോഷത്തിലാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഭഗവാൻ നമ്മുടെ കൂടെയാണ്. മഴ മാറി നിന്ന് കഴിഞ്ഞു. ഈ വർഷം ആനയൂട്ട് അടിപൊളിയാവും. എന്നാലും ഹരിയേട്ടൻ വളരെ വിശദമായിട്ട് തന്നെ അതിന്റെ ഒരു ചരിത്രം നമ്മളോട് പങ്കുവച്ചു. നമുക്ക് ഇനി ആനയൂട്ട് നടക്കുന്ന ആ സ്ഥലത്തെ കാഴ്ചകൾ കൂടി കാണേണ്ടതുണ്ട്. അഖില് അവിടേക്ക് ക്യാമറ ചലിപ്പിക്കുന്നു. ഞാൻ അത് തന്നെയാണ് അനുമോദം ചോദിക്കാൻ മതി. എവിടെ നമ്മുടെ കരിവീരന്മാരും പിടിയാനുകളൊക്കെ എവിടെയാണെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. ഇത് പുറത്തേക്ക് മാറിയാന്ന് തോന്നുന്നല്ലേ ആനകളെല്ലാം നിരത്തി നിർത്തിയിരിക്കുന്നത്? എല്ലാവരും എത്തിയോ രാവിലെ? നമ്മൾ നേരത്തെ തുടങ്ങിയത് ഈ ഗണപതി ഹോമം നടത്തിയ വേദിക്ക് അല്ലെങ്കിൽ ഹോമകുണ്ടത്തിനടുത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ ഇവിടെ കിഴക്കേ നടയുടെ അടുത്തേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വടക്കേ നടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ വടക്കേ നടയ്ക്ക് പരിസരത്താണ് ഈ ആനയൂട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ കാണാൻ കഴിയുക. ആനകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. കാരണം 9:45 ആനയൂട്ടുള്ളത്. അപ്പോൾ ആനകളൊക്കെ 8 മണി 8:30 എത്തിച്ചേരുകയുള്ളൂ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം വടക്കേ നടയ്ക്ക് പുറകിലാണ്. അപ്പോൾ ഇവിടെ ബാരിക്കേഡ് വെച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ ബാരിക്കേഡിന് അപ്പുറത്തായിരിക്കും ആനകൾ ഉണ്ടാവുക. ബാരിക്കേഡിന് ഇപ്പുറത്ത് വെച്ച് അതിനിടയിൽ വെച്ചാണ് ആളുകൾക്ക് ആനയൂട്ടിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. ഇവിടെ ഇത് ആനയൂട്ടിന് വേണ്ട കരിമ്പ്, പഴങ്ങൾ, മറ്റു ഫലവർഗ്ഗങ്ങൾ ഇതൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇത് നമ്മൾ നിൽക്കുന്ന ഇടത്തായിരിക്കും ആദ്യ ആനയൂട്ടിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടാവുക. നമുക്കതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കും. എല്ലാം എത്തിച്ചു കഴിഞ്ഞോ? ഇല്ല, വന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ഫലങ്ങളാണ് അതില് പറഞ്ഞു കൊടുക്കാറുണ്ട്? അത് ഇതില് പ്രധാനപ്പെട്ടായിട്ടുള്ളത് ഇത് കരിമ്പ്, പഴം, അതേപോലെ തന്നെ തണ്ണിമത്തൻ, ആപ്പിള് ഇപ്പൊ ഓഫ് സീസൺ ആണ്, എന്നാലും നമ്മൾ വരുത്തി. അതുപോലെ പേരക്കായ, സബർജില്, അങ്ങനെ ഒരുവിധം സാധനങ്ങൾ. പ്രധാനമായിട്ട് ഊട്ടാണ്, അത് ഊണാണ്. അത് ആനയ്ക്ക് ഡെസേർട്ട് കൊടുക്കില്ല. അതേപോലെ ആനയെ വെച്ച് വിടുക. ഫ്രൂട്ട്സ് ആദ്യം കഴിച്ചാൽ പിന്നെ ചോറ് എടുക്കില്ല. മാത്രല്ല ഇതില് വേണ്ട മരുന്ന് കൂട്ടൊക്കെ അടങ്ങിയ ഊണാണ്. അതില് വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് തന്നെ ഔഷധമാണ്. പിന്നെ പൂമ്പ അല്ലാതെ കർക്കിടകത്തിലുള്ള വേറെ മരുന്ന് കൊടുക്കും. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം. വളരെ മനോഹരമാണ്. നോക്കൂ, ഓരോ ബാസ്ക്കറ്റുകളിലായിട്ട് ആനകൾക്കുള്ള ആ ഫലവർഗ്ഗങ്ങൾ, പഴങ്ങളും കരിമ്പും മറ്റ് ഫലവർഗ്ഗങ്ങളൊക്കെ ആയിട്ട് നിരനിരയായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ബക്കറ്റുകൾ ആനയ്ക്ക് ചോറ് നിറയ്ക്കാനുള്ളതാണ്. മഴയം ഒരു തീവണ്ടി വരുന്ന പോലെയാണ് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നുന്നത്. അത്രമാത്രം നീണ്ടു കിടക്കുകയാണ്. 70ഓളം ആനകളാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട ഫലവർഗ്ഗങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതെല്ലാം വിവിധ ഇടങ്ങളിൽ നിന്നും വരുന്നതാണ്. ഇതൊരു തൃശ്ശൂർ പൂരത്തിന് സമാനമായ ഒരു ആഘോഷമായിട്ട് ഈ ഒരു കർക്കിടക മാസത്തിലെ ഈ ആനയൂട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇടക്കാലത്തുനിന്ന് ഇതിൻ്റെ ഒരു പ്രൗഢി, കോവിഡ് കാലത്തൊക്കെ അതൊന്നും കുറഞ്ഞു പോയെങ്കിലും ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു രസത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ആനപ്രേമികളൊക്കെ അങ്ങനെയാണല്ലോ, അതിൻ്റെ ഒരു ലഹരിയിലേക്ക്, ഈ തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നതിൻ്റെ നമുക്ക് കാണാം. വളരെ ആവേശത്തോടെ ആളുകൾ ആ ഫലവർഗ്ഗങ്ങൾ അടങ്ങിയ ആ പെട്ടി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിരന്നു കഴിഞ്ഞാൽ ഏറെ വൈകാതെ ആനകളെ പടിഞ്ഞാറേ ഗോപുരനട വഴി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു തുടങ്ങും. ഇത്തവണ തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വരുന്നില്ല എന്നുള്ളത് ആനപ്രേമികളെ സംബന്ധിച്ച് കുറച്ചെങ്കിലും ഒരു നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ രാമേന്ദ്രന്റെ സാന്നിധ്യം ഇവിടെ എത്തുന്ന ആനപ്രേമികൾക്ക് വലിയൊരു ആഘോഷമായിരുന്നു. ഇത്തവണ രാമേന്ദ്രനില്ല, പക്ഷേ മറ്റെല്ലാ പ്രധാനപ്പെട്ട ആനകളും കൊച്ചിൻ ദേവസ്വത്തിന്റെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും അതുപോലെ സമീപ ക്ഷേത്രങ്ങളിലെയും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ നല്ല മഴ മൂടി നിൽക്കുന്നുണ്ട്.
കർക്കിടക മാസത്തിൽ സ്വാഭാവികമായിട്ട് മഴ പ്രതീക്ഷിക്കുന്നതാണ്. ഈ മഴക്കാലമാണ്, മരുന്നുകളുടെ, അതായത് മനുഷ്യന്മാർക്ക് ആയുർവേദ ചികിത്സയുടെ കാലമാണ്. സമാനമായ രീതിയിൽ ആനകൾക്കും ഇത് വിശ്രമകാലമാണ്. അപ്പോൾ ആ വിശ്രമത്തിനൊക്കെ, മരുന്നുകാലത്തിനൊക്കെ ഒരു തുടക്കം ഇവിടുന്ന് ഈ ഒരു ആനയൂട്ടിലൂടെ ആണ് തുടങ്ങുക. പ്രത്യേക ഔഷധക്കൂട്ടടങ്ങിയ ഭക്ഷണം, അതോടൊപ്പം തന്നെ വിഭവസമൃദ്ധമായ ഫലങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആനയൂട്ട് ഇതൊക്കെ തന്നെ വടക്കുന്നാഥനിലെ ആനകൾക്ക്, വടക്കുന്നാഥൻ ആനയൂട്ടിന്റെ പ്രത്യേകതകളാണ്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും അനുമോദ് ഒരു നിമിഷം, ഞാനേ ഇപ്പോൾ അനുമോദ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ക്യാമറാമാൻ KP ധനേഷ് ഉണ്ടല്ലോ, ധനേഷിന്റെ ഒക്കെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ആണല്ലോ രാമൻ. അപ്പോൾ ഈ പൂരനഗരി ചെന്നപ്പോഴാണ് ഒരുപക്ഷെ ഈ ഒരു സൂപ്പർ സ്റ്റാർ വരുന്നതിനും അപ്പുറമുള്ള പരിവേഷമാണ്. രാമ എന്ന് പറഞ്ഞ് എത്രയോ ആളുകളാണ് ഇങ്ങനെ ഓടിക്കൂടുന്നത് ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രന് ചുറ്റും. ഒരുമാതിരി തൃശ്ശൂരിലെ ഒരു അതികായനയം എന്നുള്ള മട്ടിലാണ് രാമൻ ആ തലയെടുപ്പോടെ നിൽക്കുകയും രാമന്റെ തലപ്പൊക്കം തന്നെയാണല്ലോ അതിലേറ്റവും പ്രധാനം. എന്താണ് രാമൻ ഇന്ന് വരാത്തതിന്റെ കാരണം എന്താണ് അനുമോദ്? രാമനില്ലാത്തത് ആനപ്രേമികൾക്ക് ഒരു നിരാശയായിരിക്കുമല്ലോ. തീർച്ചയായും എൽദോ കഴിഞ്ഞ തവണ കണ്ടതാണല്ലോ രാമന്റെ ഫാൻസിന്റെ ഒരു ആവേശം. ഈ രാമൻ വരുമ്പോൾ സത്യത്തില് രാമനെ കാണാനാണ് ഇത്രയും അധികം ആളുകൾ എത്തിച്ചേരുന്നത്. രാമന്റെ ആ നടത്തം, തലപ്പൊക്കം, ആനപ്രേമികളെ സംബന്ധിച്ച് അത് ആനയുടെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒത്ത കൊമ്പനാണ് രാമൻ. മാത്രമല്ല ക്ഷേത്രത്തിൽ തിടമ്പേറ്റുമ്പോൾ രാമന്റെ തലപ്പൊക്കം ഒന്ന് കൂടുകയും ചെയ്യും. അങ്ങനെ ഈ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന തെച്ചിക്കോട്ട് രാമേന്ദ്രനെ കാണുക എന്നത് സംബന്ധിച്ച് ആനപ്രേമികളെ മറ്റൊന്നും ആവശ്യമില്ല അവർക്ക്. അപ്പോൾ ഇത്തവണ ആനയുടെ പാപ്പാന് സുഖമില്ലാത്തത് കൊണ്ട് ആനയെ കൊണ്ടുവരാനാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നാണ് ദേവസ്വം ഭാരവാഹികൾ നമ്മുടെ അല്പസമയം മുമ്പ് പറഞ്ഞത്. നമുക്കറിയാം, ഓരോ ആനയ്ക്കും പ്രത്യേക അവരുടേതായ പാപ്പാന്മാർ മാത്രമേ ഇത്തരം ചടങ്ങുകളിലേക്ക്, ഇത്തരം ഇടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആനകളെ നിയന്ത്രിക്കുന്നതിനൊക്കെ അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ പാപ്പാന്മാരുടെ സാന്നിധ്യം. അതുകൊണ്ട് രാമന്റെ പാപ്പാൻ അസുഖബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് അറിഞ്ഞത്. ആ ഒരു കാരണത്താലാണ് രാമേന്ദ്രൻ ഇത്തവണ എത്താതിരിക്കുന്നത് എന്നൊരു വിവരമാണ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ രാമനില്ലെങ്കിലും ആ രാമന്റെ ക്ഷീണം തീർക്കാൻ 70ഓളം ആനകൾ, കൊമ്പന്മാരും പിടിമാരും ഒക്കെ ഈ ഇടങ്ങളിൽ, എനിക്ക് വലതുവശത്ത് കാണുന്ന ബാരിക്കേഡിനുള്ള ആളുകൾ നിൽക്കുന്നതിന് മറുവശത്തായിട്ടുള്ള ഇടങ്ങളിൽ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറിനുള്ളിൽ നിറയും. നമുക്ക് കാണാം, ഒരാന അത് നേരത്തെ ഗണപതി ഹോമത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ വന്ന ആനയാണ്. അത് ആ ആന വരുന്ന വഴിയിലൂടെയായിരിക്കും മറ്റ് ആനകളും അല്പസമയത്തിനുള്ളിൽ 8:30 ആയിരിക്കും ഉണ്ടാവുക ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുക. പടിഞ്ഞാറേ നടവഴി കയറി വടക്കുന്നാഥനെ വലം വെച്ച് വടക്കേ നടയ്ക്ക് സമീപം ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഇടത്ത് ഓരോ ബാരിക്കേഡ് വെച്ച് കൃത്യമായി തരംതിരിച്ചിട്ടുള്ള, അകലം വെച്ചിട്ടുള്ള ഇടത്ത് ആനകളെല്ലാം തന്നെ നിരത്തി നിർത്തും. അവിടെ നിന്നും 9:45 ഈ ഒരു ചടങ്ങ് ആരംഭിക്കുക. ആദ്യം ഗുരുവായൂർ ലക്ഷ്മിക്കായിരിക്കും ഇത്തവണ ആദ്യ ഉരുള നൽകുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സാധാരണ നേരത്തെ ഹരിയേട്ടനൊക്കെ പറഞ്ഞതുപോലെ പണ്ടൊക്കെ കുട്ടിയാനയ്ക്കാണ്, ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആനയ്ക്കാണ് ആദ്യം ഉരുള നൽകുക. ഇപ്പോൾ കുട്ടിയാനകളില്ലാതെ ആയിരിക്കുന്നു. അതുകൊണ്ട് കൂട്ടത്തിലെ ഏറ്റവും ഇളയ ആന ആയിട്ടുള്ള ഗുരുവായൂർ ലക്ഷ്മിക്കായിരിക്കും ആദ്യ ഉരുള നൽകുക എന്നുള്ളതാണ് അറിയാനാകുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എഴുതോ, നമ്മൾ ഈ കാണുന്ന ഇടം ഇതുപോലെയൊന്നും ആകില്ല. ഇത് എല്ലാ വഴികളും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് അല്പസമയത്തിനകം കാര്യങ്ങൾ മാറുക. നമുക്കറിയാം, ഈ ഒരു ദിവസം ആനകളെ അതിൻ്റെ തനത് സൗന്ദര്യത്തിൽ, അല്ലെങ്കിൽ ആനപ്രേമികൾ കാണാൻ ആഗ്രഹിക്കുന്ന ആനകൾ ആടയാഭരണങ്ങളൊന്നും ഇല്ലാതെ, വിഭൂഷണങ്ങളൊന്നും ഇല്ലാതെ കാണാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇന്നുള്ളത്. അപ്പോൾ ആ ആനകളെ കാണുവാനും അവർക്ക് ആനയൂട്ടിൽ പങ്കെടുക്കുവാനും അതിൻ്റെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ ആനയൂട്ടിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ തവണയും വൈറലാവുന്നതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്താനും ആനകൾക്കൊപ്പം സെൽഫി എടുക്കാൻ വരെ ഇവിടെ ആനപ്രേമികൾ മത്സരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ തവണയും സമാനമായ സാഹചര്യമായിരുന്നു. സൂചി കുത്താൻ ഇടമില്ലാത്ത തിരക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പൂഴി വീണാൽ
വീഴാത്ത ഇടം എന്നൊക്കെ പറയുന്നില്ലേ, അതിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നും അതിനൊരു മാറ്റവും വരില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയാണ് ആനയൂട്ടിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ വടക്കുന്നാഥ സന്നിധിയിൽ പുരോഗമിക്കുന്നത്. ആനകൾക്ക് ഭക്ഷണം നൽകാനുള്ള വലിയ ബക്കറ്റുകൾ, ഇതിൽ ചോറും അതുപോലെ തന്നെ മറ്റ് വിഭവങ്ങളെല്ലാം കൂട്ടി വലിയ ഉരുളകളായിട്ട് ഇതിൽ ബക്കറ്റിൽ വെച്ചാണ് അതിൽ നിന്നാണ് എടുത്തു കൊടുക്കുക. അതിനുശേഷം ഫലവർഗ്ഗങ്ങൾ ആനകൾക്ക് വേറെ കൊടുക്കും. അപ്പോൾ എന്താണെങ്കിലും വരും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു ആന പൂരത്തിനാണ്. വാദ്യഘോഷങ്ങളോ അകമ്പടിയൊന്നും ഇല്ലാതെ ആനകളായിട്ട് തന്നെ ആനകളുടെ തനത് സൗന്ദര്യത്തിൽ, അതായത് നെറ്റിപ്പട്ടമോ പഞ്ചാവരങ്ങളോ മറ്റൊന്നുമില്ലാതെ ആ തരത്തിൽ ആനകളെ കാണാനുള്ള ഒരു അവസരമാണ്. അതാണ് ആനയെ എത്രമാത്രം ഭംഗിയോടുകൂടി ഈ ആഭരണ വിഭൂഷങ്ങളൊന്നും ഇല്ലാതെ ആനയെ നേരിട്ട് ഇങ്ങനെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ അനുമ സൂചിപ്പിച്ച പോലെ ഈ തെച്ചിക്കോട്ട് രാമേന്ദ്രന്റെ ഒക്കെ വരവെന്നൊക്കെ പറഞ്ഞാലല്ലോ, അതൊക്കെ ഒന്നൊന്നര വരവാണ്. അവരുടെ പാപ്പന്നാനും ഭയങ്കര ഫേമസാണ്. ഈ വലിയ ആരാധകർ ബന്ധമുണ്ട്. അത് രാമേട്ടനായാലും കടുകൻ രാജേഷൊക്കെ ആയാലും ഈ പൂരപ്രേമികൾക്കിടയിൽ വളരെ സുപരിചിതരാണ്. എന്തായാലും രാമൻ വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് ആനയൂട്ടിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇവിടെ നിന്ന്